ഹലോ, വെൽക്കം ആളൊക്കെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഹാർഡി വെൻബർഗ് ലോ, അതായത് ഹാർഡി വെൻബർഗ് നിയമത്തെ കുറിച്ചാണ്. പോപ്പുലേഷൻ ജെനറ്റിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, ഒരു അടിസ്ഥാന തത്വമാണ് എന്താ ഹാർഡി വെൻബർഗ് ലോ. 1908 ആണ് ഹാർഡി വെൻബർഗ് ഈ നിയമം ആവിഷ്കരിച്ചത്. അപ്പൊ പോപ്പുലേഷൻ ജെനറ്റിക്സിലെ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ്. വാട്ട് ഈസ് പോപ്പുലേഷൻ ജെനറ്റിക്സ്? പോപ്പുലേഷൻ ജെനറ്റിക്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു പോപ്പുലേഷനിൽ, അതായത് ഒരു ജീവിഗണത്തില് എങ്ങനെയാണ് ജനറ്റിക് വേരിയേഷൻ, ജനിതക വ്യതിയാനം ഉണ്ടാകുന്നത് എന്നാണ്. അതല്ലേ ജനറ്റിക്, നമ്മുടെ പോപ്പുലേഷൻ ജെനറ്റിക്സിൽ പഠിക്കുന്നത്, അല്ലേ? ഓർക്കുക, നിയോ ഡാർവിനിസം ഓർ സിന്തറ്റിക് തിയറി പ്രകാരം പോപ്പുലേഷൻ ഈസ് ദ യൂണിറ്റ് ഓഫ് എവല്യൂഷൻ. അത് മറക്കരുത്. ഇതെല്ലാം ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാല് ഹാർഡി വെൻബർഗ് ഇക്വിലിബ്രിയം എന്നൊക്കെ പറയുന്നത് കാണാതെ പഠിക്കാതെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പോപ്പുലേഷൻ ജെനറ്റിക്സിലെ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ പോപ്പുലേഷൻ ജെനറ്റിക്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി. ഇനി എന്താണ് ഒരു ജീവിഗണത്തിൽ എങ്ങനെയാണ് ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നതെന്ന് പഠിക്കുന്നത്, അല്ലെ? അപ്പൊ ജനറ്റിക് വേരിയേഷൻ, അതായത് ജനിതക വ്യതിയാനം ഒരു പോപ്പുലേഷനിൽ എങ്ങനെ ഉണ്ടാകും, ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. എന്നാൽ അതെല്ലാം ഓർമ്മയിൽ കൊണ്ടുവരിക. ഒരു പോപ്പുലേഷനിൽ കാണുന്ന മൊത്തം ജീനുകളുടെ, അതായത് അലീലുകളുടെ ഫ്രീക്വൻസി, ആവൃത്തിയിൽ വരുന്ന വ്യതിയാനം കൊണ്ടാണ് ജനറ്റിക് വേരിയേഷൻ വരുന്നത്. സിമ്പിൾ അല്ലേ? അത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതെങ്ങനെ വരാം? വ്യതിയാനം, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഇതൊക്കെ കൊണ്ടൊക്കെയല്ലേ വരുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? എന്നാലേ അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് ശരിക്കും ഇതിലേക്ക് പോവാം. നമ്മുടെ ജനറ്റിക് ഹാർഡി വെൻബർഗ് ഫോർമുല പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഈ ഫോർമുലയുടെ ആവശ്യം. എന്നാലും നമ്മൾ പ്രോബ്ലത്തിലേക്കല്ല എനിക്ക് പോകുന്നത്. എന്നാലും ഇക്വിലിബ്രിയം എന്താണെന്നെല്ലാം മനസ്സിലാക്കാൻ ഞാൻ കുറിച്ച് പറയാം. ഒരു ജീവിഗണത്തിലെ മൊത്തം ജീനുകളും അവയുടെ അലീലുകളും ചേർന്നതാണല്ലോ ജീൻ പൂൾ. ഇത് ഒരു ജീവിഗണത്തിൽ, ഒരു പോപ്പുലേഷനിൽ സ്ഥിരമായിരിക്കും. ജനിതക തലത്തിലുള്ള ഇത്തരം സ്ഥിരതയാണ് നമ്മൾ എന്താ പറയുന്നത്, ജനറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി വെൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവിഗണത്തിലെ മൊത്തം ജീനുകളും അവയുടെ അലീലുകളും ചേർന്ന ആ ജീൻ പൂളില് ഇത് ഒരു ജീവിഗണത്തിൽ സ്ഥിരമായിരിക്കും. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ സ്ഥിരം എപ്പോഴാണ് ആയിരിക്കുന്നത്, ആ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ കാണാതെ അത്രയൊന്ന് മനസ്സിലാക്കാം. ഇവിടെ എല്ലാ അലീലുകളുടെയും ആവൃത്തിയുടെ, അതായത് ഫ്രീക്വൻസിയുടെ തുക ഒന്നായിരിക്കും. ഉദാഹരണമായിട്ട്, ഈ ഉദാഹരണം കൊണ്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട്, രണ്ട് അലീലുകളുടെ വ്യക്തിഗത, അതായത് ഫ്രീക്വൻസി ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തിഗത ആവൃത്തി PQ എന്ന് സൂചിപ്പിക്കാം. PQ. ഇപ്പൊ ഫ്രീക്വൻസി ഓഫ് എ ഇൻഡിവിജ്വൽ പിന്നെ പോപ്പുലേഷൻ എന്താ, P² എന്നെടുക്കുക. സിമിലർലി ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ ഇൻഡിവിജ്വൽ എന്താ, Q² എന്നെടുക്കുക. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മോൾ എ, നമ്മളെ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽസ് എന്താ 2PQ എന്നെടുക്കും ഈ ഹാർഡി വെൻബർഗ് ഫോർമുലയില്. അപ്പോൾ P² + 2PQ + Q² 1, P + Q 1. ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് P + Q² അല്ലേ, എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ആവശ്യം. അപ്പൊ ഇപ്പോ മനസ്സിലാക്കുക, ഇത് ഒരു ഇക്വിലിബ്രിയമാണ്. ഇപ്പോ ഒരു ജീവിഗണത്തിലെ മൊത്തം അലീലുകൾക്ക് ഒരു ഇക്വിലിബ്രിയം ഉണ്ടെന്ന്. പക്ഷെ അത് ഏത് കണ്ടീഷനിലാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നിപ്പോ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഫോർമുലയുടെ ഉപയോഗം എന്താണ്? ഹാർഡി വെൻബർഗ് ഫോർമുല, അതാണല്ലോ ഫോർമുല, ഹാർഡി വെൻബർഗ് ഫോർമുല allow the scientist to determine whether the evolution has occurred or not. Any changes in the gene frequencies in the population over time can be detected. അവർക്ക് സയന്റിസ്റ്റ് അതെങ്ങനെയാണെന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം, അന്നേരം പെട്ടെന്ന് നിങ്ങൾക്ക് പിടിയിട്ടു. സപ്പോസ് ഒരു 10-30 വർഷം മുമ്പ് ഒരു ഫോറസ്റ്റിൽ 500 ടൈഗർ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുക, ഉണ്ടായിരുന്നു. അത് ഹാർഡി വെൻബർഗ് ഇക്വിലിബ്രിയം സ്റ്റേജിലാണ്.
10-30 വർഷത്തിന് ശേഷം ഈ ടൈഗർ പോപ്പുലേഷൻ എത്രത്തോളം അലീൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടായി എന്ന് സയന്റിസ്റ്റിന് പിന്നെ ഇത് മനസ്സിലാക്കാൻ, ഈ ഫോമുല വെച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇതിലുള്ള ഈ അലീലുകൾ ഉണ്ടല്ലോ, ആ അലീലുകൾ അന്നേരം എന്തായിരുന്നു, സ്ഥിരമായിരിക്കും, പ്രൊവൈഡഡ് ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. അതിലേക്ക് ഞാൻ താഴെ വരാം. അപ്പോൾ ഇവിടെ ഈ ഫോമുല ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? ഹാർഡി-വെൻബർഗ് ഫോമുല അലോ സയന്റിസ്റ്റ് ടു ഡിറ്റർമിൻ വെദർ എവല്യൂഷൻ ഹാസ് ഒക്കേർഡ്. 10-30 വർഷത്തിന് ശേഷം എവല്യൂഷൻ നടക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എത്ര മാറ്റം വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ പ്രോബ്ലം എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. പ്രോബ്ലം നമുക്കിപ്പോൾ പോകുന്നില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, എത്രത്തോളം എവല്യൂഷൻ നടന്നു എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചേഞ്ച് വന്നു. അതിനാണ് ഈ ഫോമുലയുടെ പ്രാധാന്യം ഞാൻ നമുക്ക് അറിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതല്ല ഇന്നിപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഒരു പോപ്പുലേഷനിലെ മൊത്തം അലീലുകൾ സ്ഥിരമായിരിക്കുമെന്ന്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്ഥിരമായിരിക്കുമോ? ഇപ്പൊ ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞു എന്താണ് സ്ഥിരമായിരിക്കുമോ? നിങ്ങളൊന്ന് പ്ലെയിൻ ആയിട്ട് ആലോചിച്ച് നോക്കിയേ. ഒരു ജനറേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം ദാറ്റ് പർട്ടിക്കുലർ പോപ്പുലേഷനിൽ അതിലുള്ള ജീനുകൾ സ്ഥിരമായിരിക്കും. മറ്റൊരു ഭാഷ പറഞ്ഞ എവല്യൂഷൻ നടക്കുമോ ഇല്ലയോ? പറഞ്ഞേ. നടക്കും. അപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണോ? അതിലേക്ക് വരാം. അപ്പൊ നടക്കും അല്ലേ? അപ്പൊ ഈ ഇക്വിലിബ്രിയമായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. മ്യൂട്ടേഷൻ സംഭവിക്കാൻ പാടില്ല, പ്രകൃതി നിർദ്ധാരണം അതായത് നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കാൻ പാടില്ല, പോപ്പുലേഷൻ വലുത് തന്നെ ആയിരിക്കണം, എല്ലാ ഇണചേരലുകളും പൂർണ്ണമായും ക്രമരഹിതമാകണം, റാൻഡം മേറ്റിംഗ്. ഇതെല്ലാം മലയാളത്തിൽ വരുമ്പം ഒന്ന് തെറ്റിപ്പോകരുത്. ഇത്തരം പോപ്പുലേഷനെ പാൻമെക്റ്റിക് പോപ്പുലേഷൻ എന്നാ പറയുക. ഇത് ചോദിച്ചിട്ടുണ്ട് സെറ്റിനൊക്കെ. പാൻമിക്സിസ് എന്ന് പറയുന്നത് എന്താ മീനിങ്? റാൻഡം മേറ്റിംഗ്. അപ്പൊ റാൻഡം മേറ്റിംഗ് ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലോ. ഇത് പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് എന്താ മെൻഡീലിയൻ ജെനറ്റിക്സ് ആണ് ഇവിടെ എടുക്കുന്നത്. അതായത് മെൻഡീലിയൻ ജെനറ്റിക്സിലെ പോപ്പുലേഷനാണ് അത്. മെൻഡീലിയൻ ജെനറ്റിക്സിൽ എന്താ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ? ഫ്രീലി ഇന്റർബ്രീഡിങ് പോപ്പുലേഷൻ അല്ലേ? ഇത് മറന്നിട്ടുണ്ടോ? ഓർമ്മയില്ലേ? മെൻഡീലിയൻ ജെനറ്റിക്സിൽ പഠിക്കുന്നത് എന്താ? മെൻഡീലിയൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫ്രീലി ഇന്റർബ്രീഡിംഗ് ആണ്. ആ പോപ്പുലേഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. എല്ലാ ഇണചേരലുകളും എന്ന് പറഞ്ഞാൽ ടാൾ ഡോർഫുമായിട്ട് ചേരാം, അല്ലെങ്കിൽ ഒരു മേറ്റ് ചോയ്സ് ഇല്ല എന്നാണ് അർത്ഥം. മനസ്സിലായി കാണും, എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ ഇവിടെ നമ്മുടെ ഈ അലീൽ ഫ്രീക്വൻസിയുടെ എന്താണ് സ്ഥിരത വെക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞ ഇക്വിലിബ്രിയം, ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയമായിട്ട് ഇരിക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് ആണ് ഇത് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പലർക്കും തെറ്റുന്നതാണ്. അതായത് ഈ ഘടകങ്ങളിൽ വ്യതിയാനം വരുന്ന സന്ദർഭമാണ്. വ്യതിയാനം വരുന്നത് എന്താണ്? ജീൻ ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന 5 പ്രധാന ഘടകങ്ങൾ. അതിവിടെ എല്ലാം അത് കൊടുത്തിട്ടില്ല, ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്, ഞാനിവിടെ പറയാം. അതായത് ഹാർഡി-വെൻബർഗ് അല്ല, ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇവിടെ 5 എന്നുള്ളത് നമുക്ക് 6 ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്താണ് ഞാൻ പറയാം, ഇത് പറഞ്ഞതിന് ശേഷം പറയാം. അപ്പൊ ഇവിടെ ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഈ ഘടകങ്ങളിൽ വരുന്ന വ്യതിയാനം പരിണാമത്തിന് കാരണമാക്കാം അല്ലെ? പരിണാമത്തിന്. അപ്പൊ ഇക്വിലിബ്രിയം ഡിസ്റപ്റ്റ് ചെയ്യും അല്ലെ? ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്നതാണ്, അത് അഫക്റ്റ് ചെയ്യുന്നതാണ്, ഡിസ്റപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഹാർഡി-വെൻബർഗ് ഇക്വിലിബ്രിയം ഡിസ്റപ്റ്റ് ആയാൽ എവല്യൂഷൻ നടക്കുമോ ഇല്ലയോ? നടക്കും. അതാണ് കാര്യം കേട്ടോ. അപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കും. അപ്പൊ നമ്മുടെ ഇപ്പോ ജനറ്റിക് ഡ്രിഫ്റ്റ് എല്ലാവർക്കും അങ്ങേയിട്ട് മനസ്സിലായി. അതുപോലെ പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, ഇതെല്ലാം കൂടെ ചേർത്തും ചിലപ്പോൾ ചോദിക്കും. ഇത് ഇങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് ഒരു 2 പ്രോബ്ലം കൂടെ നോക്കാം. പ്രാക്ടീസ് ടെസ്റ്റിൽ ആക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. മലയാളം ക്വസ്റ്റ്യൻസ്
ധാരാളം തന്നിട്ടുണ്ടല്ലോ. Which of the following is not an assumption of Hardy-Weinberg model? Not. അത് ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ എപ്പോഴും എക്സാമിന് ആൻസർ ചെയ്യണം, മനസ്സിലായില്ല. പോപ്പുലേഷൻ മേറ്റ്സ് അറ്റ് റാൻഡം വിത്ത് റെസ്പെക്ട് ടു ലോക്കസ് ഇൻ ക്വസ്റ്റ്യൻ. ഈ ലോക്കസ് ഇൻ ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. അത് പോപ്പുലേഷൻ മേറ്റ്സ് അറ്റ് റാൻഡം, അത് എടുത്താൽ മതി. ലോക്കസ് ഇൻ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ ദാറ്റ് പർട്ടിക്കുലർ ജീൻ ഇൻ ദ ലോക്കസ് ഓഫ് ദ ക്രോമോസോം എന്നുള്ളതാണ്. Selection is not acting on the locus. Selection is not acting. Does not occur in panmictic population. Population is effectively infinite in size. മലയാളത്തിൽ പറയണോ? പോപ്പുലേഷൻ മേറ്റിംഗ് എന്താണ്? മേറ്റിംഗ് അറ്റ് റാൻഡം, നാച്ചുറൽ സെലക്ഷൻ പോലെ ഒന്നും നടക്കുന്നില്ല. ഏതാ? ഓപ്ഷൻ 3 ആണ്. Very good. You understood the concept. Then this question. The Hardy-Weinberg principle states that allele frequencies in a population will remain constant over generation if certain assumptions are met. Okay, it's a fact. It's a statement. A. Random mating, mate choice, small population size, large population size, lack of mutation, directional selection. Then, which of the above factors will cause changes in allele frequency over generation? വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയണം. തെറ്റിക്കരുത്. ഫസ്റ്റ് ഓപ്ഷൻ ആലോചിച്ചിട്ട് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ 1 2 3 4 ആലോചിച്ച് പറയുക. ഇത് ഇങ്ങനെ വരുന്നത് പലർക്കും ഈ സെറ്റ് കേട്ടിട്ട് പലതിനും ചോദിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഇതിലൊന്ന് അത് തെറ്റിക്കരുത്. ഇത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചിട്ട്. Which of the above factors will cause changes in allele frequency? ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ വൈൽഡ് ഗസ്സിങ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഈ മൈനസ് മാർക്കെല്ലാം പോകുന്നതിന്റെ മെയിൻ കാര്യം ഈ വൈൽഡ് ഗസ്സിങ് ആണ്. ഈ MCQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളതാണ്, എന്താണ്? Read the question, will find the answer in your mind, then search for that option. Fourth option. Very good, very good. Then അതായത് എവല്യൂഷൻ നടക്കണമെങ്കിൽ എന്നുള്ളതാണ്. എന്താ? which of the above factors will cause changes in allele frequency? allele frequency വ്യത്യാസം വരുന്നതാണല്ലോ എവല്യൂഷൻ. ചേഞ്ചസ് is the raw material for evolution, അല്ലേ? അപ്പൊ അത് ഇവിടത്തെ ചേഞ്ച് allele frequency. അപ്പൊ allele frequency നടക്കണമെങ്കിൽ എന്താണ്, അല്ലെ? മനസ്സിലായി കാണും. ഇതുപോലെ പ്രാക്ടീസ് ടെസ്റ്റിൽ വരുന്നത് എല്ലാം ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുക. അപ്പൊ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സാം ഹാളിൽ ഇത് നമ്മള് ഇപ്പൊ നമുക്ക് മാറിപ്പോകും. ഓക്കെ, താങ്ക് യു. താങ്ക്സ്.